അമേരിക്ക കണ്ണുരുട്ടുന്നു. പാശ്ചാത്യ രാജ്യങ്ങൾ ഉപരോധത്തിന്റെ ചങ്ങലക്കെട്ടുകൾ കാണിച്ച് പേടിപ്പിക്കുന്നു. പക്ഷേ ലോകത്തിന്റെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കുന്ന പഴയ ഇന്ത്യ അല്ല ഇത്. നയതന്ത്രത്തിന്റെ ചാണക്യതന്ത്രങ്ങൾ മെനയുന്ന മോദി സർക്കാർ വാഷിംഗ്ടണിന്റെ നെഞ്ചിടിപ്പ് കൂട്ടിയ പടുകൂറ്റൻ പ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞു. ഇന്ത്യയും റഷ്യയും ഇനി ഒരേ താവളത്തിൽ നിന്ന് പൊരുതും. അമേരിക്കൻ ഭരണകൂടം പാകിസ്ഥാനെയും അവരുടെ സൈനിക മേധാവി അസീം മുനീറിനെയും വീണ്ടും തലോടി തുടങ്ങിയപ്പോൾ ആ വെല്ലുവിളിയെ നേരിടാൻ ഇന്ത്യ കരുതി വെച്ച മറുപടിയാണ് റഷ്യൻ കരുനീക്കം. ലോകം മുഴുവൻ റഷ്യയെ ഒറ്റപ്പെടുത്താൻ നോക്കുമ്പോൾ പുടിന്റെ കൈ പിടിച്ച ഇന്ത്യ ഒപ്പിട്ട ആ സൈനിക കരാർ വെറുമൊരു കടലാസ് കഷ്ണമല്ല. അത് ആഗോള രാഷ്ട്രീയത്തിലെ പവർ ബാലൻസ് തന്നെ മാറ്റിവരയ്ക്കുന്ന വജ്രായുധമാണ്. ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾ ഇനി ആർട്ടിക് കടലിലെ മഞ്ഞുപാളികൾ ഭേദിച്ച് റഷ്യൻ തുറമുഖങ്ങളിൽ നങ്കൂരമിടും. റഷ്യൻ പോർ വിമാനങ്ങൾ ഇന്ത്യൻ മണ്ണിൽ നിന്ന് ഇന്ധനം നിറച്ച് പറന്നുയരും. 3000 സൈനികർക്ക് വരെ അതിർത്തികൾക്കപ്പുറം ഒരേ ലക്ഷ്യത്തിനായി നിലയുറപ്പിക്കാം. എന്താണ് ശരിക്കും ഈ കരാർ? എങ്ങനെയാണ് ഈ കരാറിലൂടെ അമേരിക്കയെയും ചൈനയെയും ഇന്ത്യ ഒരേ സമയം ചെക്കുമാറ്റുന്നത്? വൻ ശക്തികൾ പോലും അന്തം വിട്ടു നിൽക്കുന്ന ഇന്ത്യയുടെ ഈ മാസ് പ്ലാനിനെ കുറിച്ച് കൃത്യമായി ഈ വീഡിയോയിലൂടെ നമുക്കറിയാം. ആദ്യം നമുക്ക് എന്താണ് ഈ കരാർ എന്ന് നോക്കാം. യഥാർത്ഥത്തിൽ ഈ കരാറിനെ നമുക്ക് ലളിതമായി ഒരു ലോജിസ്റ്റിക് പങ്കിടൽ എന്ന് വിളിക്കാം. ലോകത്തിലെ 2 വൻ ശക്തികൾ തമ്മിൽ ഇത്രയേറെ ആഴത്തിൽ സൈനിക സഹകരണം ഉറപ്പാക്കുന്നത് ഇതാദ്യമായാണ്. അതായത് റഷ്യയും ഇന്ത്യയും ഈ കരാർ പ്രാബല്യത്തിൽ വന്നതോടെ ഇന്ത്യൻ സൈന്യത്തിന് റഷ്യയുടെ സൈനിക താവളങ്ങളും വിമാനത്താവളങ്ങളും തുറമുഖങ്ങളും സ്വന്തം താവളം പോലെ ഉപയോഗിക്കാൻ സാധിക്കും. തിരിച്ച് റഷ്യയ്ക്ക് ഇന്ത്യൻ താവളങ്ങളും ഉപയോഗിക്കാം. ഇത് കേവലം വിരുന്നിന് പോകുന്നത് പോലെയല്ല, മറിച്ച് യുദ്ധക്കപ്പലുകൾക്കും വിമാനങ്ങൾക്കും ഇന്ധനം നിറയ്ക്കാനും തകരാറുകൾ പരിഹരിക്കാനും ആവശ്യമായ സാധന സാമഗ്രികൾ കൈമാറാനും ഈ കരാർ വഴി തുറക്കുകയാണ്. അമേരിക്കയുമായുള്ള ലെമോവ കരാറിനേക്കാൾ ഇത് കരുത്താർജിക്കാൻ കാരണം ഇതിൽ സൈനിക വിന്യാസത്തിന് വ്യക്തമായ അനുമതി നൽകിയിട്ടുണ്ട് എന്നതാണ്. അതായത് ഒരേ സമയം 3000 സൈനികരെ വരെ പരസ്പരം അയക്കാൻ ഇരു രാജ്യങ്ങൾക്കും സാധിക്കും. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ തലവേദനയാണ്. ട്രംപ് ഭരണകൂടം അധികാരത്തിൽ വന്നതിന് പിന്നാലെ പാകിസ്ഥാനോട് അവർ കാണിക്കുന്ന മൃദു സമീപനം ഇന്ത്യക്ക് ഒട്ടും ദഹിച്ചിട്ടില്ല. പാക് സൈനിക മേധാവി ജനറൽ അസീം മുനീറിന് അമേരിക്ക നൽകുന്ന അമിത പ്രാധാന്യത്തിന് ഇന്ത്യ നൽകിയ മറുപടിയാണിത്. നിങ്ങൾ പാകിസ്ഥാനെ കൂട്ടുപിടിച്ചാൽ ഞങ്ങൾ റഷ്യയെ കൂട്ടുപിടിക്കുമെന്ന വ്യക്തമായ സന്ദേശമാണ് മോദി സർക്കാർ നൽകിയത്. റഷ്യക്കെതിരെ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ച് അവരെ സാമ്പത്തികമായി തകർക്കാൻ നോക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ മുഖത്തേറ്റ പ്രഹരമാണിത്. അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ ഭാരതം വഴങ്ങില്ലെന്നും സ്വന്തം സുരക്ഷാ താല്പര്യങ്ങൾക്കാണ് ഞങ്ങൾ മുൻഗണന നൽകുന്നതെന്നും നയതന്ത്ര ലോകം ഈ നീക്കത്തിലൂടെ തിരിച്ചറിയുന്നു. ഈ കരാറിലെ ഏറ്റവും തന്ത്രപ്രധാനമായ മറ്റൊരു ഭാഗം ആർട്ടിക് മേഖലയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിവാതക എണ്ണ ശേഖരമുള്ള റഷ്യൻ തുറമുഖങ്ങളിലേക്ക് ഇന്ത്യക്ക് നേരിട്ട് പ്രവേശനം ലഭിച്ചിരിക്കുകയാണ്. നിലവിൽ ഇറാൻ ഇസ്രായേൽ സംഘർഷം കാരണം ഗൾഫ് മേഖലയിൽ നിന്ന് ഇന്ധനം എത്തിക്കുന്നത് വലിയ വെല്ലുവിളിയാണ്. എന്നാൽ ഈ കരാറിലൂടെ റഷ്യയുടെ യാമൽ ഫെൻസ്യൂലിയൻ നിന്ന് തടസ്സമില്ലാതെ പ്രകൃതിവാതകം ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യക്ക് സാധിക്കും. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്ന കാര്യത്തിൽ മോദി സർക്കാർ നടത്തിയ മാസ്റ്റർ സ്ട്രോക്കാണിത്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അപ്രതീക്ഷിത നീക്കമാണ്. ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനീസ് കടന്നുകയറ്റം വർദ്ധിക്കുമ്പോൾ റഷ്യൻ കപ്പലുകൾക്ക് ഇന്ത്യൻ തുറമുഖങ്ങൾ തുറന്നു കൊടുക്കുന്നത് ആ മേഖലയിലെ ശക്തി സന്തുലിതാവസ്ഥ മാറ്റും. ഇന്ത്യയുടെ ഈ നീക്കം ഒരേ സമയം ചൈനയെ സമ്മർദ്ദത്തിലാക്കാനും റഷ്യയുമായുള്ള പഴയ സൗഹൃദം ആധുനിക കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിൽ പുതുക്കാനും സഹായിക്കും. ഉപരോധങ്ങളെ പേടിക്കാതെ ലോകത്തെ വൻ ശക്തികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ ഭാരതത്തിന്റെ തലപ്പൊക്കം ഉയർത്താൻ ഈ ഒരു കരാർ കൊണ്ട് സാധിച്ചു. നയതന്ത്ര തലത്തിൽ മോദി സർക്കാർ നേടിയ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായി ചരിത്രം ഇതിനെ രേഖപ്പെടുത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല. സത്യത്തിൽ ഈ കരാറിന്റെ നടപടികൾ നേരത്തെ തന്നെ പൂർത്തിയായിരുന്നു. 2025 ഫെബ്രുവരിയിൽ നടന്ന ഉഭയകക്ഷി ചർച്ചകൾക്കിടയിലാണ് ഇരു രാജ്യങ്ങളും ഇതിൽ ഒപ്പിട്ടത്. എന്നാൽ അന്താരാഷ്ട്ര തലത്തിലെ പലവിധ കാരണങ്ങളാലും സുരക്ഷാ മാനദണ്ഡങ്ങൾ മുൻനിർത്തിയും ഇതിന്റെ കൃത്യമായ വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നില്ല. ഈ വർഷം ജനുവരി മുതൽ കരാർ നിയമപരമായി നിലവിൽ വന്നെങ്കിലും ഇപ്പോഴാണ് ഇതിന്റെ വിപുലമായ വ്യവസ്ഥകൾ ഇന്ത്യക്ക് ലഭിക്കാൻ പോകുന്ന വലിയ ഗുണങ്ങളും ലോകം അറിഞ്ഞു തുടങ്ങുന്നത്. അമേരിക്കൻ ഭരണകൂടത്തിന്റെ പുതിയ നിലപാടുകൾക്ക് ഇന്ത്യ നൽകുന്ന ശക്തമായ മറുപടിയായാണ് ഈ സമയത്തുള്ള കരാർ വെളിപ്പെടുത്തലിനെ അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. 5 വർഷത്തേക്കാണ് കരാറിന്റെ ആദ്യ കാലാവധി നിശ്ചയിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് അവസാനിക്കുന്ന മുറയ്ക്ക് തനിയെ പുതുക്കപ്പെടുന്ന രീതിയിലാണ് ഇതിലെ വ്യവസ്ഥകൾ ക്രമീകരിച്ചിരിക്കുന്നത്. വരും ദശകങ്ങളിൽ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ ഏറ്റവും കരുത്തുറ്റ തുണയായി ഈ കരാർ നിലനിൽക്കും.
അമേരിക്ക പാകിസ്ഥാനെ എപ്പോഴും കൂട്ടുപിടിക്കുന്നത് അവരുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം നോക്കിയാണ്. എന്നാൽ ഇന്ത്യ റഷ്യയുമായി ചേർന്ന് ആർട്ടിക് മേഖലയിലും മധ്യേഷ്യയിലും പുതിയ താവളങ്ങൾ ഉറപ്പിക്കുമ്പോൾ അമേരിക്കയ്ക്ക് പാകിസ്ഥാനെ കാണിച്ച് ഇന്ത്യയെ പേടിപ്പിക്കാൻ കഴിയില്ല. ഇന്ത്യയുടെ ഈ റഷ്യൻ കാർഡ് പാകിസ്ഥാന്റെ വില കളഞ്ഞു എന്ന് പറയാം. റഷ്യയുമായി ആരിടപാട് നടത്തിയാലും ഉപരോധം ഏർപ്പെടുത്തുമെന്ന് അമേരിക്ക പലപ്പോഴും ഭീഷണിപ്പെടുത്താറുണ്ട്. തങ്ങളുടെ ഭീഷണി ഇന്ത്യയുടെ അടുത്ത് ചിലവാകില്ല എന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞു. പാകിസ്ഥാൻ എപ്പോഴും ചൈനയുടെ സപ്പോർട്ടുണ്ട്. എന്നാൽ ഇന്ത്യക്ക് റഷ്യയുമായി ഇത്തരമൊരു കരാറുള്ളപ്പോൾ അതിർത്തിയിൽ എന്തെങ്കിലും പ്രകോപനം ഉണ്ടായാൽ റഷ്യയുടെ ലോജിസ്റ്റിക് പിന്തുണ ഇന്ത്യക്ക് ലഭിക്കും. ഇത് പാകിസ്ഥാൻ സൈന്യത്തിന് വലിയൊരു തലവേദനയാണ്. പാകിസ്ഥാന്റെ ചൈനീസ് മോഹങ്ങളെ തളയ്ക്കാനും മോദി സർക്കാർ കണ്ടെത്തിയ ഏറ്റവും മൂർച്ചയുള്ള ആയുധമാണ് ഈ കരാർ. പണ്ട് 1971 യുദ്ധസമയത്ത് റഷ്യ ഇന്ത്യയെ സഹായിച്ചതുപോലെ ഭാവിയിലും ഒരു വലിയ സുരക്ഷാ കവചമാണ് ഇതിലൂടെ ഒരുങ്ങിയിരിക്കുന്നത്. അമേരിക്കയ്ക്കും പാകിസ്ഥാനും ഇതൊരു ഡബിൾ ഷോക്ക് ആകുന്നത് എന്തുകൊണ്ടാണ്? അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ കരാർ അവരുടെ ആഗോളാധിപത്യത്തിന് ഏൽക്കുന്ന വലിയൊരു പ്രഹരമാണ്. ലോകരാജ്യങ്ങളെ മുഴുവൻ ഭീഷണിപ്പെടുത്തി റഷ്യയെ ഒറ്റപ്പെടുത്താൻ നോക്കുമ്പോഴാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ ഈ ഭീഷണികളെല്ലാം ചവറ്റുകുട്ടയിലേക്ക് എറിഞ്ഞത്. സർക്കാർ കൃത്യമായി കാണിച്ചു കൊടുത്തു. പാകിസ്ഥാൻ സൈനിക മേധാവിയെ ചുവപ്പ് പരവതാനി വിരിച്ച് സ്വീകരിച്ച അമേരിക്കയ്ക്ക് റഷ്യയുമായി കൈകോർത്തുകൊണ്ട് ഇന്ത്യ നൽകിയ ഈ മറുപടി ശരിക്കും ഒരു ചെക്ക്മാറ്റ് തന്നെയാണ്. പാകിസ്ഥാന്റെ കാര്യം പറയുകയാണെങ്കിൽ അവർക്കിതൊരു വലിയ പേടി സ്വപ്നം തന്നെയാണ്. ഇന്ത്യയെ പ്രതിരോധത്തിലാക്കാൻ ചൈനയുടെയും അമേരിക്കയുടെയും സഹായം പാകിസ്ഥാൻ എപ്പോഴും തേടാറുണ്ട്. എന്നാൽ ഇപ്പോൾ റഷ്യ എന്ന വൻ ശക്തി ഇന്ത്യയുടെ സൈനിക താവളങ്ങളിൽ ഔദ്യോഗികമായി തന്നെ സാന്നിധ്യം അറിയിക്കുമ്പോൾ പാകിസ്ഥാൻ ശരിക്കും ഭയക്കുന്നുണ്ട്. അതിർത്തികളിൽ എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ റഷ്യയുടെ കരുത്തുറ്റ ലോജിസ്റ്റിക് പിന്തുണ ഇന്ത്യക്ക് ലഭിക്കുമെന്നത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ആത്മവീര്യം തകർക്കുന്ന കാര്യം തന്നെയാണ്. ഇനി മറ്റൊരു പ്രധാന വശം, ഇന്ത്യയുടെ ഈ നീക്കം പാകിസ്ഥാന്റെ തന്ത്രപരമായ പ്രസക്തിയെ തന്നെ ഇല്ലാതാക്കിയെന്നതാണ്. മധ്യേഷ്യയിലേക്കും ആർട്ടിക് മേഖലയിലേക്കും ഇന്ത്യക്ക് ഇപ്പോൾ പുതിയ വാതിലുകൾ തുറക്കപ്പെട്ടിരിക്കുന്നു. അമേരിക്കയുടെ തന്ത്രങ്ങളും പാകിസ്ഥാന്റെ ചതിക്കുഴികളും ഒരേപോലെ തകർത്തെറിഞ്ഞുകൊണ്ട് ഏഷ്യയിലെ യഥാർത്ഥ കരുത്തർ തങ്ങളാണെന്ന് ഭാരതം ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ഇനി ഇവിടെ നമ്മൾ കാണുന്നത് വെറുമൊരു ഉടമ്പടിയല്ല, മറിച്ച് ലോകത്തിലെ രണ്ട് കരുത്തരായ നേതാക്കളുടെ ചങ്കൂറ്റമാണ്. ലോകരാജ്യങ്ങൾ മുഴുവൻ റഷ്യയെ ശത്രുവായി കണ്ട് ഒറ്റപ്പെടുത്താൻ നോക്കുമ്പോൾ പുടിന്റെ തോളിൽ കൈയിട്ട് മോദി നടക്കുന്നത് കാണുമ്പോൾ വാഷിംഗ്ടണിൽ ഇരിക്കുന്നവർക്ക് ശരിക്കും വട്ടാകുന്നുണ്ടാവും. അമേരിക്ക കണ്ണുരുട്ടിയാൽ പേടിച്ച് പിന്മാറുന്ന പഴയ ഇന്ത്യ അല്ല ഇതെന്ന് മോദി ലോകത്തിന് കാണിച്ചു കൊടുത്തു. സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയാണ് വലുതെന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടത്തിയ ഈ പുടിൻ പ്ലാൻ ലോകരാഷ്ട്രീയത്തിലെ തന്നെ വലിയൊരു വിജയമാണ്. ഇനി പുടിനെ സംബന്ധിച്ചിടത്തോളം മോദി ഒരു വിശ്വസ്തനായ ചങ്ങാതിയാണ്. കഷ്ടകാലത്ത് കൂടെ നിൽക്കുന്നവരാണ് യഥാർത്ഥ സുഹൃത്ത് എന്ന് പറയുന്നത് പോലെ റഷ്യയെ ലോകം ഉപരോധം കൊണ്ട് ശ്വാസം മുട്ടിക്കാൻ നോക്കിയപ്പോൾ ഇന്ത്യ അവർക്കൊപ്പം നിന്നു. അതിനുള്ള നന്ദി എന്ന നിലയിലാണ് തങ്ങളുടെ ഏറ്റവും വലിയ സൈനിക രഹസ്യങ്ങളും താവളങ്ങളും ഇന്ത്യക്കായി റഷ്യ തുറന്നുകൊടുത്തത്. ഇന്ത്യ ഒരു സ്വതന്ത്ര ശക്തിയാണ്, അവരെ ആർക്കും നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന് പുടിൻ ആവർത്തിച്ച് പറയുന്നത് ഈ ബന്ധത്തിന്റെ ആഴം കൊണ്ടാണ്. ഇനി മോദിയുടെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ ഇതൊരു കിടിലൻ കളി തന്നെയാണ്. അമേരിക്കയുമായി ബിസിനസ് നടത്തുന്നുണ്ട്, അതേസമയം തന്നെ റഷ്യയുമായി ചേർന്ന് സൈനിക ശക്തി കൂട്ടുകയും ചെയ്യുന്നു. പാകിസ്ഥാൻ എപ്പോഴൊക്കെ അമേരിക്കയും ചൈനയും കൂട്ടുപിടിച്ച് ഇന്ത്യയെ ചൊറിയാൻ വരുന്നുവോ അപ്പോഴൊക്കെ അവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ മറുപടിയാണ് ഈ റഷ്യൻ ബന്ധം. 1971 യുദ്ധത്തിൽ റഷ്യ കാണിച്ച അതേ ആത്മാർത്ഥത ഇന്നും അവർ തുടരുമെന്ന് മോദി ഉറപ്പുവരുത്തിയിരിക്കുകയാണ്. മോദിയുടെ ബുദ്ധിയും പുടിന്റെ കരുത്തും ഒന്നിച്ചപ്പോൾ അമേരിക്കയുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിപ്പോയി. ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും വെല്ലുവിളികൾ വന്നാലും അതിനെ നേരിടാൻ റഷ്യയുടെ സഹായം ഇന്ത്യക്ക് കൂടെയുണ്ടാകും. വൻ ശക്തികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ ഭാരതത്തിന്റെ കൊടി ഉയർത്തിപ്പിടിക്കാൻ ഈ മോദി പുടിൻ കൂട്ടുകെട്ടിന് സാധിച്ചു. ഈ സൗഹൃദം വെറുമൊരു രാഷ്ട്രീയമല്ല, അത് ശത്രുക്കളുടെ ഉറക്കം കെടുത്തുന്ന ഇന്ത്യയുടെ പുതിയ കരുത്താണ്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.